സായി ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന്. പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവെക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രികളിൽ ആളുകൾ ഏറ്റവും പ്രതീക്ഷ കൊടുത്തൊരു എൻട്രി ആയിരുന്നു അല്ലെ, സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണയുടേത്. ബിഗ് ബോസിൽ 6 വൈൽഡ് കാർഡ് എൻട്രികൾ വരാനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ, അതിൽ സീക്രട്ട് ഏജന്റ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ എല്ലാവരും ഉറ്റുനോക്കിയത് ആ ഒരു പേരിലേക്കായിരുന്നു. മറ്റെല്ലാ മത്സരാർത്ഥികളെക്കാളും ആളുകൾ പ്രതീക്ഷ സീക്രട്ട് ഏജന്റിന് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വലിച്ചൊട്ടിക്കാറുണ്ട് അല്ലെ. പക്ഷെ വൈൽഡ് കാർഡുകളെല്ലാം ഉള്ളിലേക്ക് കയറിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാം നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് സീക്രട്ട് ഏജന്റിൽ നിന്ന് വന്നിട്ടുള്ളത് അല്ലെ. ജനങ്ങൾ പുള്ളിക്കാരൻ എടുത്തുന്ന കരുതി എന്താണ്, ജാസ്മിൻ ഗബ്രി കോമ്പോനെ പൊളിച്ചടക്കുന്നുള്ളതാണ്. പക്ഷെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയി പോയി. ജാസ്മിൻ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്ത് ജാസ്മിനെ ചാരനാവുന്ന ലെവലിലേക്ക് പുള്ളിക്കാരൻ മാറി എന്നുള്ളതാണ്. ഇപ്പൊ ജാസ്മിനെ കപ്പടിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കയറി പോയ മാതിരിയായി പോയില്ലേ. ഒരിക്കലും ആരും പുള്ളിക്കാരൻ നിന്നും ഇങ്ങനെ ഒരു സമീപനം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ. കയറി വന്ന ഉടനെ തന്നെ പുറത്ത് കാമുകന്റെ വോയിസ് ലീക്ക് ആയതും മറ്റു പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പൊ തന്നെ ബിഗ് ബോസ് എന്താക്കി, കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞിട്ട് വാണിംഗ് കൊടുത്തു, ഇനി ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഇത് ആവർത്തിച്ചു. അവസാനം ബിഗ് ബോസ് എന്താക്കി, എല്ലാവരുടെ മുന്നിൽ വെച്ച് വാണിംഗ് കൊടുത്തു. നമുക്ക് എന്തായാലും രണ്ടാമത്തെ വാണിംഗ് ഒന്ന് കണ്ടുനോക്കാം. ശ്രദ്ധിക്കുക. സായി ഒരിക്കൽ നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ്. പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന്. മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു. പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോഡുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവെക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ്. നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും. ഇത് അവസാന താക്കീതാണ്. ബാക്കിയുള്ള പുതിയ മത്സരാർത്ഥികൾക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ബെസ്റ്റ്. എങ്ങനെയുണ്ട്? പുലി പോലെ വന്ന് എലി പോലെ ആയ മാതിരി ആയില്ലേ. ഇന്നലൊക്കെ പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അയച്ചു തന്നിട്ട്, ബ്രോ അതൊന്ന് റിയാക്ട് ചെയ്യും, പുള്ളിക്കാരനെ കുറിച്ച് സംസാരിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. എനിക്കെന്തോ ഇതൊക്കെ കണ്ട സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുമായി റിവീൽ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടി വീഡിയോ ചെയ്യാനൊരു കാരണമാണ്. ഐ തിങ്ക് ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഗെയിം. അത് ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ കരുതിയതാണ്. പുള്ളിക്കാരനെ കൊണ്ട് ഇത്തരം പ്ലാറ്റ്ഫോം നടക്കില്ല എന്നുള്ളത്. കാരണം നിങ്ങൾ വീഡിയോയിൽ കണ്ട സായി അല്ല യഥാർത്ഥ ലൈഫിലുള്ള സായി. കാരണം എനിക്ക് 2 കൊല്ലമായിട്ട് പുള്ളിക്കാരൻ അറിയാം. പുള്ളിക്കാരൻ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ വീഡിയോയിൽ കണ്ട സായിക്ക് അപ്പുറമുള്ള ഒരു സായി കാണും എന്നുള്ളത്. ആ സായി എനിക്ക് നല്ലോണം അറിയാം. ആ സായി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും സീക്രട്ട് ഏജന്റിന് പറ്റൊരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്ന് ഞാൻ തർപ്പിച്ച് പറയും. 2 കൊല്ലമായി ഞാൻ നിരന്തരമായി കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരിൽ ഒരാൾ പുള്ളിക്കാരനാണെന്നുള്ളതാണ്. പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈൽഡ് കാർഡ് എൻട്രി ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നേരം എന്റെ മനസ്സിലുണ്ടായിരുന്നു പുള്ളിക്കാരൻ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഞങ്ങളുടെ 1-2 കോമൺ സുഹൃത്തുക്കളോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ കൊണ്ട് ഇത് കൂട്ടിയേ കൂടില്ല എന്നുള്ള തരത്തിൽ. പക്ഷെ പുള്ളിക്കാരൻ അത് കയറി 1-2 ദിവസം ആയപ്പോ അങ്ങനെ തന്നെ ആയി എന്നുള്ളതാണ്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. റിയൽ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു പുള്ളിക്കാരന്റെ ക്യാരക്ടറും ഒരു ബിഗ് ബോസ് ഗെയിമർക്ക് വേണ്ട ക്യാരക്ടറും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ഒരു ബിഗ് ബോസ് ഗെയിമർക്ക് വേണ്ട എന്താണ്, സ്വയം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്. അതിപ്പോ മറ്റുള്ളവനെ ചവിട്ടി താഴ്ത്താനാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഒരു സർവൈവിംഗ് മൈൻഡ് സെറ്റ്, ഇതൊക്കെയാണ് വേണ്ടത് അല്ലെ. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളതാണ്. ഹീസ് എ ജെനുവിൻ ഗായ് എന്നുള്ളതാണ്. ഏറ്റവും ഹോണസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ സൗഹൃദങ്ങളിൽ ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂസ് നൽകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറില്ല, ഏത് നട്ടപ്പാത്തിലേക്ക് വിളിച്ചാലും ഓടി വരുമെന്നുള്ളത്. അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റിയൊരു മനുഷ്യനാണിത്. നമുക്ക് വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റിയൊരു മനുഷ്യരാണ്. ഒരിക്കലും നമ്മൾ പിന്നീന്ന് കുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല പെട്ടെന്ന് ആളുകളായിട്ട് കമ്പനി ആവുകയും ചെയ്യും. അങ്ങനെ കമ്പനി ആയി കഴിഞ്ഞാലും അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറാവും. പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ ലൈഫിനെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കത്തും. ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, പുള്ളിക്കാരൻ ആദ്യമൊക്കെ നന്നായി ഊക്കിയത് ആരായിരുന്നു, മല്ലു ട്രാവലറിനായിരുന്നു. നല്ല രീതിയിൽ മല്ലു ട്രാവലറിനെ തേച്ചൊട്ടിച്ചിട്ടായിരുന്നു പുള്ളിക്കാരൻ കയറി വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ അപ്രീസിയേഷൻ ഒക്കെ പുള്ളിക്കാരൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മല്ലു ട്രാവലർ മാത്രമല്ല മറ്റു പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പുള്ളിക്കാരൻ കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുക എന്ത് സംഭവിച്ചു, ഏതൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ മല്ലു ട്രാവലറിനെ പരിചയപ്പെട്ടു, അവർ തമ്മിൽ കമ്പനിയായി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. മല്ലു ട്രാവലർ എന്ത് ചെയ്താലും പുള്ളിക്കാരനൊക്കെ ചെറിയ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ആ ലെവലിലേക്ക് പുള്ളിക്കാരൻ മാറി എന്നുള്ളതാണ്. പിന്നീട് പോകെയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പുള്ളിക്കാരൻ പണ്ട് എടുത്തുടുക്കിയ പല ഇൻഫ്ലുവൻസേഴ്സിനെയും പുള്ളിക്കാരൻ പല രീതിയിലും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ട പലരും പറയുന്നുണ്ട് നിലപാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത്, മറ്റൊന്നും കൊണ്ടല്ല. പണ്ട് ഊക്കിയവരൊക്കെ പുള്ളിക്കാരൻ തോള് വന്ന കൈയിട്ട് തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ അവരോടുള്ള ജെനുവിനിറ്റി കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഇവൻ ഈ അടുത്ത കാലത്ത് സിയാസ് കരീമിനെ ഗുണ്ടവിഷയമായിട്ട് ബന്ധപ്പെട്ട് വോയിസ് ലീക്ക് ആയപ്പോവരെ അവിടെ ചെറുതായിട്ട് സിയാസ് കരീമിനെ വേണ്ടി സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്, ആ ഒരു സീക്രട്ട് ഏജന്റ്. അപ്പൊ അവിടെയൊക്കെ പുള്ളിക്കാരൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂസ് നൽകിയതാണ്. സോഷ്യൽ മീഡിയ റിയാക്ഷൻ ബ്ലോഗർക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു ക്വാളിറ്റിയും കൂടിയാണ് അത്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ പുള്ളിക്കാരൻ ആരെയും ഊക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പണ്ട് എല്ലാവർക്കും എതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ
ഇപ്പോൾ ഒരുവിധ സോഷ്യൽ മീഡിയ കണ്ടന്റുകളൊക്കെ മാറ്റി നിർത്തി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. വെറും രാഷ്ട്രീയ കണ്ടന്റുകൾ മാത്രമേ ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലേ. സംഭവം മറ്റൊന്നുമല്ല, എല്ലാവരും ഒന്ന് തോളിൽ കൈയിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ ആർക്കെതിരും സംസാരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തി എന്നുള്ളതാണ്. ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ 3 കൊല്ലം മുന്നേ ആരൊക്കെ നോക്കി അവരെപ്പോഴും നോക്കുന്നുണ്ട്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പലരും എന്നെ തോളിൽ കൈയിടാൻ വന്നിട്ടുണ്ട്, പക്ഷെ അവരുമായിട്ടൊക്കെ ഞാനൊരു ഡിസ്റ്റൻസ് വെക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഫ്രീ ആയിട്ട് പലർക്കെതിരും സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വിരലിൽ ഉണ്ടാവുന്ന ചുരുക്കം സൗഹൃദങ്ങൾ മാത്രമേ ഞാൻ കാത്തു സൂക്ഷിക്കാറുള്ളൂ. അപ്പൊ ഇതിൽ നിന്നുള്ള പുള്ളിക്കാരന്റെ യഥാർത്ഥ ക്യാരക്ടർ അഥവാ ഓഫ് ക്യാമറയുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും അല്ലേ. ഇതാണ് നിങ്ങൾ അറിഞ്ഞതിലപ്പുറമുള്ള സീക്രട്ട് ഏജന്റ്. ഇപ്പൊ സീക്രട്ട് ഏജന്റുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആരോട് ഇത് ചോദിച്ചാലും അവർ ഈ രീതിയിലെ മറുപടി പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് പുള്ളിക്കാരൻ. ഇനി പുള്ളിക്കാരന്റെ ബിഗ് ബോസ് ഗെയിമിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസൺ തൊട്ട്, അതായത് അഖിൽമാരാറിന്റെ സീസൺ തൊട്ട് പുള്ളിക്കാരൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ എല്ലാ കോൺടാക്റ്റുകളും വെച്ച് പുള്ളിക്കാരൻ എന്താക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്ത്. അവസാനം കഴിഞ്ഞ സീസണിൽ സെലക്ട് ആയതുമായിരുന്നു. പക്ഷെ എന്തായിരുന്നു പ്രശ്നം? പുള്ളിക്കാരന് യൂട്യൂബിന് കിട്ടുന്ന അതേ വരുമാനം പുള്ളിക്കാരൻ അവിടെ ഡിമാൻഡ് ചെയ്ത്. കാരണം യൂട്യൂബ് ഒഴിവാക്കി വരല്ലേ, അപ്പൊ ആ പൈസ കൊടുക്കണമല്ലോ. പക്ഷെ അവർക്ക് എന്താക്കാൻ പറ്റില്ല, അത്രയും ഹ്യൂജ് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ എന്താക്കി, അവിടുന്ന് പിൻവലിഞ്ഞു. അങ്ങനെ ഇത്തവണ പുള്ളിക്കാരനെ സെലക്ട് ആയതാണ്. പക്ഷെ ഇതേ ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷെ പിന്നീട് വൈൽഡ് കാർഡുകളുടെ ആവശ്യം വന്നപ്പോൾ ആ ഡിമാൻഡ് അംഗീകരിച്ച് പുള്ളിക്കാരൻ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ക്യാഷിന് വിഷയമില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാറിന്റെ കൂടെ പുള്ളിക്കാരൻ മത്സരിക്കുന്നത് കാണായിരുന്നു. ഭാഗ്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അഖിൽമാരാർക്കൊന്നും കൂടി ഊക്കി കിട്ടായിരുന്നു. അത് കാണേണ്ടി വരുന്നു. ഈ സീസണിൽ അഖിൽമാരാറിനെ പോലുള്ള ഒരു അവതാരം ഇല്ലാത്തതുകൊണ്ട് സീക്രട്ട് ഏജന്റ് രക്ഷപ്പെട്ടതാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ എന്റെ ഹോൾഡ് വെച്ച് നിനക്ക് ഞാൻ ഓഡീഷന് വരെ എത്തിച്ചേരാന്നുള്ളത്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ 3-4 കൊല്ലം ഊണുമില്ല ഉറക്കുമില്ല പല എന്റർടൈൻമെന്റുകളും ഒഴിവാക്കി ഉണ്ടാക്കി കൊണ്ടുവന്നൊരു ചാനലാണിത്. ഇത് ഉയർത്തിക്കൊണ്ടുവരുണ്ടായ അധ്വാനം നമുക്ക് അറിയത്തുള്ളൂ. ഈ ഉണ്ടാക്കിയെടുത്ത ഫെയിം ആണെങ്കിലും നമ്മൾ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ ഫെയിമാണ്. അത് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി തെളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാം, രാജാവിനെ പോലെ ഇറങ്ങി വരാം, അല്ലെങ്കിൽ സീസൺ 2 ഫുക്രൂനെ പോലെ ഇറങ്ങി വരാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജാസ്മിൻ ജാഫർ അല്ലെ. ആ കീറൊട്ടിക്കപ്പെടുന്ന ഒരു ലെവലിലേക്ക് പുള്ളിക്കാരി മാറി എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബിഗ് ബോസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടായത് കൊണ്ടായിരുന്നു ഞാൻ റിജക്ട് ആക്കുകയായിരുന്നു. സീക്രട്ട് ഏജന്റ് മാത്രമല്ല, അസ്ലാം അലിയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓഡീഷൻ വരെ എത്തിച്ചേരാന്നുള്ളത്. പക്ഷെ ഞാനത് ഒഴിവാക്കി വിട്ടതായിരുന്നു. പലരും നിർബന്ധിക്കുമ്പോഴും എനിക്കിപ്പോഴും പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ നാളെ ഭാവിയിൽ താല്പര്യം ഉണ്ടായിക്കൂടെ ഇല്ല കേട്ടോ. ഇനിയിപ്പോ അന്നേരം ഈ വീഡിയോ പൊക്കിക്കൊണ്ടിരുന്നായിരുന്നു ഇല്ല, ഞാൻ മാക്സിമം പോവാതിരിക്കാൻ തന്നെ ശ്രമിക്കുന്നുള്ളതാണ്. എനിവേ അതവിടെ കിടക്കട്ടെ. ഇനി ഒരു 5 മാസം മുമ്പുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്ന് ഞാനും അസ്ലാമാരും ജാസ്മിൻ ജാഫറും തമ്മിലുണ്ടായ വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിക്കാരൊരു വിഷയമായിരുന്നു അല്ലേ. അന്നാണ് പുള്ളിക്കാരൻ ജാസ്മിൻ ജാഫറായിട്ട് കോൺടാക്ട് ഉണ്ടാകുന്നതും അവർ തമ്മിൽ കമ്പനി ആകുന്നതും. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്കിടയിൽ നിന്നും ഈ വിഷയം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സീക്രട്ട് ഏജന്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിന്റെ ഈ മൊരട്ട് സ്വഭാവം കാരണം അതിന് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. നമ്മൾ തമ്മിൽ പേഴ്സണലി നടന്ന വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കാതിരിക്കാൻ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പുള്ളിക്കാരൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ജാസ്മിൻ അന്ന് ഒരുമ്പെട്ട് ഇറങ്ങിയതിനെ കൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ വിഷയം വന്നപ്പോൾ കുറെ സമയത്തേക്ക് പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അവസാനത്തേക്കാണ് അതിനെ കുറിച്ചൊരു വീഡിയോ സീക്രട്ട് ഏജന്റ് ചെയ്തത്. കാരണം ഞങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്നുള്ള പുള്ളിക്കാരൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് വരെ ഞങ്ങൾക്കിടയിൽ ഓടി നടന്നൊരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരൻ എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ പുള്ളിക്കാരന്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഒരിക്കലും പോവുകയുണ്ടായി, ഈ കാദർ കരിപ്പൊടി എന്ന് പറയുന്ന യൂട്യൂബറുടെ കല്യാണത്തിന്. അപ്പൊ അന്ന് ആ കല്യാണത്തിന് ആരുണ്ടായിരുന്നു, ജാസ്മിൻ ജാഫർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കണ്ട കൂടെ മൈൻഡ് ആക്കാൻ പോയിട്ടില്ല. അതെന്താണ് ഏതാണെന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സീക്രട്ട് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ എന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് അന്ന് ജാസ്മിൻ ജാഫറിനും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് പുള്ളിക്കാരുണ്ടെന്നുള്ളതാണ്. ഞാനത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അതായത് 2 വർഷം പരിചയമുള്ള എന്നെയും 2 മാസം പരിചയമുള്ള ജാസ്മിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പുള്ളിക്കാരൻ സൗഹൃദങ്ങൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത്. ആരും പുള്ളിക്കാരൻ വലുതായി കാണില്ല, ആരും പുള്ളിക്കാരൻ ചെറുതായിട്ടും കാണില്ല. പുള്ളിക്കാരൻ കൃത്യമായി എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതാണ് നിങ്ങൾ അറിയാത്ത ഞാൻ അറിഞ്ഞ റിയൽ ലൈഫിലുള്ള സീക്രട്ട് ഏജന്റ്. ഇങ്ങനെയുള്ള ഒരാളാണ് ബിഗ് ബോസിലേക്ക് മയക്ക് നോക്കി പിടിച്ചു പോയത്. അവിടെ പോയിട്ടാണ് പുള്ളിക്കാരൻ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. അത് പുള്ളിക്കാരൻ ജാസ്മിനെ കപ്പടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. ജാസ്മിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ, കേസ് പുറത്ത് എനിക്ക് നെഗറ്റീവാണ്, നീ കാര്യങ്ങൾ കുറച്ചും കൂടി ഉഷാറാക്കി ചെയ്യണമെന്നുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്കാരൻ സൗഹൃദങ്ങൾക്ക് അത്ര വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗെയിമിനേക്കാളും മുകളിലാണ് പുള്ളിക്കാരൻ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ കയറി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത് ഇപ്പൊ ജാസ്മിനെതിരെ കളിക്കാനൊന്നും പുള്ളിക്കാരൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ ഒരു സൗഹൃദം എന്ന സംഭവം അവർക്കിടയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരിക്കലും പുള്ളിക്കാരൻ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ആ ഒരു കംഫർട്ട് സോൺ എന്ന് ബ്രേക്ക് ചെയ്യുന്നു അന്ന് മാത്രമേ സീക്രട്ട് ഏജന്റ് ഒരു ബിഗ് ബോസ് പ്ലെയർ എന്ന രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതല്ല എങ്കിൽ ഒരിക്കലും പുള്ളിക്കാരൻ ഈ പ്ലാറ്റ്ഫോമിൽ പറ്റത്തേ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇത്രയും പുള്ളിക്കാരൻ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു അല്ലെ. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്വഭാവമാണത്. പക്ഷെ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ സ്വഭാവം പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ചവിട്ടി അരക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് മാറത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഒരു ബിഗ് ബോസ് പ്ലെയറിന് വേണ്ടത് എന്താണ്?
സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. അത് ജാസ്മിൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സീക്രട്ട് ഏജന്റ് അന്ന് പുറത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ലേ? എന്നിട്ട് അന്നത്തെ എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ ആരാണ് കൊടുത്തത്? ജാസ്മിന്. സീക്രട്ടിന്റെ പേരാണ്. ഇത്രയൊക്കെ സീക്രട്ട് ഏജന്റ് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത്രയൊക്കെ ഫേവറേഷൻ ചെയ്തു കൊടുത്തിട്ടും അന്നത്തെ എവിക്ഷനിലേക്ക് സീക്രട്ട് ഏജന്റിനെ പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തില്ലേ? അതാണ് ജാസ്മിൻ ജാഫർ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് പറ്റിയ പ്ലെയർ ആണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. ആ ഗബ്രി എന്നൊരു പറയുന്ന ഫാക്ടറിനെ പിടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാണെങ്കിൽ വേണമെങ്കിൽ കപ്പടിക്കാനുള്ള ക്വാളിറ്റി പുള്ളിക്കാരിക്ക് ഉണ്ട്. പക്ഷെ എന്താ ലൂപ്പിൽ പെട്ട് പുള്ളിക്കാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷേ സീക്രട്ട് ഏജന്റിലേക്ക് വരുമ്പോഴും ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഈ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് പുള്ളിക്കാരൻ കളിക്കുന്നുണ്ടാകും. അന്നേരം വന്നായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിൽക്കരുത്, ഈ അന്ന് സീക്രട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്വയം മൂർത്തി കൊണ്ടുവരാനും പല സിറ്റുവേഷനിലും നിങ്ങൾ അഡാപ്റ്റ് ആകാനുമാണ് ഈ ഗെയിം ഷോ എന്ന് പറയുന്നത് മത്സരാർത്ഥികളോട്. ഒരുപക്ഷെ പുള്ളിക്കാരൻ കുറച്ച് അഡാപ്റ്റ് ആയിന്നും വരും. എന്തൊക്കെയാലും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച അത്രേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാന്നുള്ളതാണ്. വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോ മര്യാദയ്ക്ക് ആ കാലം ഇന്ന് കഴിഞ്ഞിട്ട് പഴയ പോലെ നിലപാടും പറഞ്ഞ് വീഡിയോ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ പഴയതിനേക്കാൾ നെഗറ്റീവ് വന്ന ഒരു അവസ്ഥയില്ല. ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രത്തോളം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നു അത്രത്തോളം പുള്ളിക്കാരൻ നെഗറ്റീവായി മാറുന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് സായികൃഷ്ണ എന്ന് പറയുന്ന ബിഗ് ബോസ് പ്ലെയറെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇനി നിങ്ങൾ പറയാം പുള്ളിക്കാരൻ ഈ ഗെയിമിൽ ഫിറ്റ് ആണോ ഇല്ലേ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.